റിതപ്പനുണ്ടാകുന്നതിന് 6 മാസം മുന്നേ ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷനാക്കിയതാണ്. കുഞ്ഞ് വയറ്റി കിടന്ന് മരിച്ചു. അന്ന് സൂചിച്ചേട്ടന് കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞു. രേണുസുതിക്ക് പ്രേമം ഉണ്ടായിരുന്നുവെന്നും അബോർഷൻ നടത്തിയിരുന്നു എന്നുമുള്ള ആരോപണങ്ങളുമായി അടുത്തിടെ ചിലർ രംഗത്ത് വന്നിരുന്നു. ഇതേക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ രേണു. ഈ വാർത്ത കേട്ടപ്പോൾ പ്രതികരിക്കാൻ തോന്നിയില്ല തനിക്ക്. പെണ്ണായാൽ പ്രഗ്നന്റ് ആകുമെന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നന്റ് ആകുന്നത്. അതിന് പെണ്ണായാൽ അബോർഷനൊക്കെ ആകുമെന്ന് താൻ പറഞ്ഞു എന്നാക്കി. താൻ അങ്ങനെയല്ല പറഞ്ഞത്. അവർ നൽകിയ ക്യാപ്ഷന്റെ കുഴപ്പമാണ്. താൻ അങ്ങനെ പറയുമോ, ഒരമ്മയല്ലേ താനുമെന്നുമാണ് രേണു ചോദിക്കുന്നത്. തുടർന്നാണ് മകൻ ഋതുൽ ജനിക്കുന്നതിന് മുൻപുണ്ടായ അബോർഷനെ കുറിച്ച് രേണു സംസാരിക്കുന്നത്. ഋതപ്പനുണ്ടാകുന്നതിനും 6 മാസം മുന്നേ തനിക്കൊരു അബോർഷൻ സംഭവിച്ചിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. സുധിച്ചേട്ടനും കിച്ചുവുമൊക്കെ അന്ന് പൊട്ടിക്കരയുകയായിരുന്നുവെന്നും രേണു ഓർക്കുന്നു. സുധിച്ചേട്ടൻ ടമാർ പണർ ചെയ്തിരുന്ന സമയമാണ്. ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ അന്ന് തന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചതാണ്. മാനസികമായി താൻ ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത്. തനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അന്ന് അങ്ങനെ അബോർട്ട് ചെയ്തതെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി രേണു പറയുന്നത്.